പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു മഴയായിരുന്നു കേട്ടോ. ഞാനും മൊത്തം കൂടാണ് വന്നത്. മുത്ത മോനുകുട്ടിനെ വിളിക്കാൻ അങ്ങോട്ട് പോയി. ഇവിടെ ഒന്നും കറണ്ട് ഇല്ല. എന്നും ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ. അല്ല, ഞാൻ അവിടുന്ന് ചപ്പാത്തി വെച്ചു. എവിടുന്ന്? ഞാൻ കഴിച്ചിട്ടാണ്. ഞാൻ അന്നോട് പറഞ്ഞു വേണ്ടാണ്. എന്നിട്ട് തന്നു. ട്യൂഷന് പോവാന്നും പറഞ്ഞു പോയി ചപ്പാത്തി കഴിക്കും അല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വേണ്ടാണ്. ആ പിന്നില്ലേ സാറ് വരും കേട്ടോ. സാറ് ഇങ്ങോട്ട് വരുവോ? വിളിച്ചു പറയണം. എന്തിനാ മക്കളെ? വീഡിയോ എടുക്കേ. വീഡിയോ അവന്റെ ക്ലാസ് ടീച്ചർ ഒരു സാറാ, സിഞ്ചു സാറ് വരുമെന്നുള്ള എനിക്കറിയാം. മോനിക്കുട്ടൻ 2 ബുക്ക് വേണം. മേടിച്ചോണ്ട് വന്നപ്പോ ഒരു 1 ലൈനും ഒരു 4 ലൈനും ആയിരുന്നു. 1 ലൈൻ ബുക്ക് ഇവിടെ കൊണ്ടുതരാം കേട്ടോ. ഇപ്പൊ അവിടെ കൊണ്ടുപോയി. പിന്നെ കുറെ കളർ പേപ്പറുകൾ മേടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ഡക്ക് ഉണ്ടാക്കാനാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. പിന്നെ വൈകിട്ട് ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കറണ്ട് പോയി. ആ പേപ്പർ അങ്ങനെ മടക്കിയാൽ എങ്ങനെയാടാ നിനക്ക് അത് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഭയങ്കര കാറ്റും മഴയായിരുന്നു വൈകിട്ട്. അതുകൊണ്ട് ഇവിടെയും കറണ്ട് ഇല്ല. പിന്നെ അവിടെയും കറണ്ട് പോയേക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോ ഇവിടെ കറണ്ട് ഇല്ല. ജാനിക്കുട്ടിയുടെ കുഞ്ഞോന്റെ ഒക്കെ വീഡിയോ നമ്മുടെ ഫോണിന്റെ വെട്ടത്തിലെടുത്തതാട്ടോ. പിന്നെ ഇല്ല, കൊറേ നേരം കൊണ്ട് KSB വിളിക്കുന്നുണ്ട്. നമ്പർ ബിസി ആട്ടോ. ഇവിടെ ഈ ഇൻവേർട്ടറിന്റെ ബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് കറണ്ട് വന്നില്ലെങ്കിൽ ഞാൻ അരി വെള്ളത്തിലിട്ടാ പോയത്. എല്ലാം തതയുമായിരിക്കും. ഞാൻ എന്നാ വിചാരിച്ചു എല്ലാം എടുത്തൊക്കെ വെച്ചേക്കാം. രാത്രിലെങ്ങാനും കറണ്ട് വന്ന അന്നേരം അരി അരച്ച് വെക്കാം എന്ന് വിചാരിച്ചു. പച്ചക്കറി മേടിച്ചു. എന്തൊക്കെയാണെന്നറിയാമോ? ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, വെളുത്തുള്ളി ഇല്ല. മോനുകൂട്ടാൻ കൊറേ ദിവസം കൊണ്ട് ബീട്രൂട്ട് തോരന് വഴക്കുണ്ടാകും. ഇപ്പൊ അമ്മ കുറച്ച് സാലഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് തീർന്നിട്ട് മോര് കാച്ചി. അന്നേരം നമുക്ക് ബീട്രൂട്ട് തോരൻ വെക്കാം കേട്ടോ. ഇന്ന് ബീട്രൂട്ട് തോരൻ വെക്കാം. അമ്മയ്ക്ക് വയ്യ. പിന്നെ പാല് പിടിച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു. വേറെ ഒന്നും മേടിച്ചില്ല. സ്ക്രബ്ബർ ഇല്ലായിരുന്നു, സ്ക്രബ്ബർ വാങ്ങിച്ചു. എനിക്കോ? പിന്നെ മുത്തിന് നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ക്ലിപ്പ് ചെയ്യുന്ന ക്ലിപ്പ് അത് വാങ്ങിച്ചു. അത് പോകുമ്പോ ചിലപ്പം കൊണ്ടുപോകാൻ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ അത് ഓർത്തപ്പം അത് വാങ്ങിച്ചതാ കേട്ടോ. അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമ്മളിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ വേറെന്താണ് വിശേഷം? ഇന്ന് അടുക്കളയിലെ പണികളെന്ന് വെച്ചാല് ഞാൻ ഈ അരി ഉഴുന്നും വെള്ളത്തിലിടണോ അല്ലെ പച്ചരി വെള്ളത്തിലിടണോ എന്നൊക്കെ ഓർക്കുന്നതല്ലാതെ ഞാൻ മറന്നുപോകും. ഇന്ന് ഞാൻ ഓർത്ത് പച്ചരി വെള്ളത്തിലിട്ടിട്ട് പോയതുകൊണ്ട് വൈകിട്ട് കറണ്ടില്ല. ചോറിരിപ്പുണ്ട്. ഇവർക്ക് ചപ്പാത്തിയും അവർക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ 2 മുട്ട വല്ലതും ചിക്കി എടുക്കാം. വേറെ കറികളൊന്നുമില്ലേ. പിന്നെ എനിക്ക് ചോറുണ്ണാൻ കടുമാങ്ങയും സാലഡും പിന്നെ എനിക്കൊരു മുട്ട വറക്കും. മീൻ നോക്കി മത്തി അതിൽ ഇരിപ്പുണ്ടായിരുന്നു. വാങ്ങിക്കണമെന്ന് തോന്നിയില്ല. വില അതിക്രമിച്ചിരിക്കുവാണ്. അതിന് കൂടെ അത് കഴിക്കാനുള്ള ഒരു ഉഷാറ് തോന്നിയില്ല കേട്ടോ. മത്തി അയിലും കഴിക്കാനുള്ള ഒരു സുമാറ് തോന്നിയില്ല.
എന്നാൽ നെത്തോലിയോ എല്ലാം ഉണ്ടെങ്കിൽ ഇച്ചിരി വാങ്ങിച്ച് മറക്കണമെന്ന് വിചാരിച്ചാൽ അതവിടെ കണ്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ വണ്ടിയിൽ മീൻ വിൽക്കുന്നുണ്ടായിരുന്നു, അതിനകത്ത് നെത്തോലി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങി പോന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള 2 പേരെ കണ്ട്. നേരത്തെ ഒരു ദിവസം വന്ന് പരിചയപ്പെട്ട് മൂമിനെ എന്നാണെന്ന് തോന്നുന്നു പേര് പറഞ്ഞു കേട്ടോ. അപ്പൊ മൂമിനെ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു, കണ്ടു, സംസാരിച്ചു. അന്ന് അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വണ്ടി എടുക്കാൻ അങ്ങോട്ട് പോയപ്പം വേറൊരാളെ കൂടി കണ്ടു. കുട്ടിയുടെ പേര്, മോന്റെ പേര് ആൽബിൻ എന്നാണ്, അമ്മയുടെ പേര് മറന്നുപോയി. പിന്നെ വേറെ ഒരു അമ്മയും മോനോടി വന്നു. മോന് മുത്തിന്റെ കൂട്ട് തന്നെ +2 പാസ്സായ ആളാണ്, ഡിഫാമിന് ചേരാനാണ്. അപ്പൊ അവരെ അമ്മയും മോനും കൂടി വന്നു കേട്ടോ. മോൻ എന്നും പറയും, മോനോടെന്നും എന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ മോനോടെന്നും പറയും ഈ പത്തനംതിട്ട എവിടെയോ ആണ് ജോലി ചെയ്യുന്നതിനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് വന്നപ്പോ മോനെ കൂടി കൂട്ടിക്കൊണ്ട് വന്ന് എന്നെ പരിചയപ്പെടുത്തി 2 പേരെയും കണ്ട് സംസാരിച്ചു. ഒക്കെ സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യം എന്താണെന്നറിയാമോ? വീഡിയോസ് ഒക്കെ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണെന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറില്ലേ. നമ്മുടെ ചാനലിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല അല്ലെ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അമ്മ മോനോട് വന്നെന്ന് പറഞ്ഞില്ല, മോനോട് ചോദിച്ചു ആന്റിയുടെ മക്കളുടെ പേരറിയാമോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു മോനുകുട്ടനും മുത്തു അല്ലേന്ന്. അപ്പൊ അത്രയേറെ നമ്മൾ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആയി കഴിഞ്ഞു അല്ലെ. അതൊക്കെ വലിയ സന്തോഷമാണ് എന്റെ പ്രിയങ്ങളെ, എന്ത് വലിയ സന്തോഷമാണ് കേട്ടോ. പിന്നെന്താണ്, ഇന്ന് അത്രയൊക്കെയാണ് പകലത്തെ വിശേഷങ്ങള്. പിന്നെ മഴയോട് മഴയായിരുന്നു, പെരുമഴയായിരുന്നു വൈകിട്ട് കേട്ടോ. ഭയങ്കര കാറ്റും ഭയങ്കര മേളമായിരുന്നു. എന്ന് വെച്ചാലേ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പണി നടക്കുന്നതുകൊണ്ട് വലിയൊരു ഇരുമ്പല്ല മറ്റേ നമ്മുടെ ഷീറ്റ് ഉണ്ടല്ലോ, തകര ഷീറ്റ്, ആ ഷീറ്റ് വെച്ച ഒരു ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ഡോറാട്ടോ, വലിയ വണ്ടികൾ വന്ന് സാധനങ്ങൾ അകത്തോട്ട് കയറ്റാൻ പറ്റുന്ന പോലെ ഒരു വലിയ വഴിയാണ്. അതിനൊരു ഡോർ വെച്ചിട്ടുണ്ട് അവര്. അല്ലെന്നുണ്ട് ഈ പണി നടക്കുന്നിടത്തോട്ടെല്ലാം വണ്ടി കയറുകയും ആൾക്കാർ കയറുകയും ചെയ്യുന്നുണ്ട്. അവരത് ക്ലോസ് ചെയ്ത് ഡോറിട്ട്. ഈ ഡോറ് ഭയങ്കര കാറ്റത്ത് വന്നും അടിച്ച് പിടിച്ച് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പം ഞാൻ അടുക്കളയിലെ പണികൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നോക്കട്ടെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഞാൻ കുളിച്ച് ജപിച്ച് ഇപ്പം വരാം. ഇന്നലത്തെ ക്ഷീണമൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞു. ഇന്നലെ തീരെ വയ്യായിരുന്നു. ഇന്ന് ഉച്ച വരെയും വയ്യാഴിയായിരുന്നു. എൻ്റെ കൂടെ ഇന്നലെ വരേണ്ട തലവേദന ഇന്നാണ് വന്നത്. ഒരു ദിവസം വൈകിപ്പോയി. തല പൊട്ടി കീറുന്ന തലവേദനയായിരുന്നു. മെഡിസിൻ എടുത്തിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. പിന്നെ ഉച്ച ആയപ്പോഴത്തേക്കും ഭയങ്കര കലശലായിരുന്നു തലവേദന കേട്ടോ. പിന്നെ ഗുളികയൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒന്ന് ഇച്ചിരി ആശ്വാസമുണ്ട്. ഗുളിക കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഗുളികയൊക്കെ കഴിച്ച് ഒന്ന് ഇതായത്. അപ്പൊ ഇനി ഒരു കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഉഷാറാവും. അപ്പൊ കുളിച്ചിട്ടും ജപിച്ചിട്ടും ഒക്കെ വരാട്ടോ. പിന്നെ മോനുകുട്ടന്റെ സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് പഠിപ്പിക്കുന്ന കാര്യമൊക്കെ കണ്ടപ്പോൾ ഓരോരുത്തരും അവരുടെ സൺഡേ സ്കൂൾ കാലഘട്ടവും അവർ പഠിപ്പിക്കുന്നതൊക്കെ ഓർത്തു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമാണ്. ശരിക്കും അതൊക്കെ നമ്മുടെ സ്വീറ്റ് മെമ്മറീസ് ആണ് അല്ലെ. പക്ഷെ ഇവർ ഓർത്തഡോക്സില് സൺഡേ സ്കൂൾ പഠിക്കുന്നത് കൊണ്ട് ഞാൻ പഠിച്ച കാലമല്ല, ഞാൻ പഠിച്ച പാഠങ്ങളല്ല ഇവര് പഠിക്കുന്നത്. ഞങ്ങൾ കത്തോലിക്ക പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിന് ശേഷമാണ് ഓർത്തഡോക്സിലോട്ടായത്. അപ്പൊ കത്തോലിക്ക പള്ളിയിലെ അന്നൊക്കെ ഉണ്ടായിരുന്ന വേദപാഠം എന്ന് പറഞ്ഞാൽ നിറയെ പടങ്ങളും നല്ല ഭംഗിയുള്ള യേശുവിന്റെ പടങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ കുറെ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതും ദൈവം സ്നേഹമാകുന്നു അങ്ങനെയൊക്കെയുള്ള കുറെ വാചകങ്ങളും ഒക്കെ ആയിട്ടാണ്. പിന്നെ ബൈബിളിലെ കഥകള്, പടങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള, അത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിക്കാനും പഠിക്കാനും ഒക്കെ തോന്നും. അങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ. ഇവരുടെ ബൈബിൾ പുസ്തകം അങ്ങനെയല്ല കേട്ടോ. ഇവരുടെ ബൈബിളിന്റെ വേറൊരു പതിപ്പ് അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ വർണ്ണാഭമായ പടങ്ങളൊന്നുമില്ല. കൂടുതലും വേദവാക്യങ്ങൾ പഠിക്കാനും ബൈബിളിലെ സെന്റൻസും പിന്നെ കുർബാനയ്ക്കുള്ള പാട്ടുകളും ഒക്കെ പഠിപ്പിക്കാനാണ് ഇവരുടെ വേദപാഠം കൂടുതലും മുൻഗണന കൊടുക്കുന്നത്. മോനുകുട്ടനെ പഠിപ്പിച്ചു വന്നപ്പോൾ ഞാനും ആ ഒരു കാലത്തിലേക്ക് അങ്ങ് പോയി കേട്ടോ. ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം എന്നെ ആങ്ങളെയും കൂടെ അമ്മ സന്ധ്യയ്ക്ക് വിളിച്ചിരുത്തിയിട്ട് കുരിശിന്റെ വഴി പറഞ്ഞു തരും കേട്ടോ. കുരിശിന്റെ വഴി പറഞ്ഞു തന്ന് ഓരോ സ്ഥലങ്ങളിലും യേശു വീഴുന്നതും യേശുവിനെ ചാട്ടവാറടിക്കുന്നതും യേശുവിന്റെ ദേഹത്ത് മുറിവേൽപ്പിക്കുന്നതും വെള്ളം കൊടുക്കാതിരിക്കുന്നതും യേശു മാതാവ് കരയുന്നതും ഒക്കെ നമ്മളോട് ഇങ്ങനെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അമ്മ കഥ പറഞ്ഞു തരും. ഞങ്ങൾ ഇരുന്ന് കരഞ്ഞ്
കരഞ്ഞുകൊണ്ട് അത് കേട്ടോണ്ടിരിക്കും കേട്ടോ. അപ്പൊ ആണെങ്കിൽ അങ്ങനെ ഒരു ദിവസം പപ്പയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അന്ന് ഞങ്ങൾ തീരെ കൊച്ചുകുട്ടികളാണ്. ആ സമയത്ത് അമ്മ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, ഞങ്ങൾ ഇങ്ങനെ കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അന്നേരമാണ് പപ്പ ജോലി കഴിഞ്ഞ് വന്നത്. ഞങ്ങൾ ഇന്ന് കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും ഭയങ്കര കരഞ്ഞ് നിലവിളിച്ചിരിക്കും. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും ആ സംഭവം ഓർമ്മയുണ്ട്. കഥകളുടെ വഴിയുടെ പുസ്തകമായിട്ട് അമ്മ ഇരിക്കുന്നു, ഞങ്ങൾ രണ്ടും അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു, പപ്പ വന്ന് കഥകിൽ തട്ടുന്നു, ഞങ്ങൾ എഴുന്നേക്കുന്നു, കഥകൾ തുറക്കുന്നു. ആ ഒരു സീൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ്. മോൻകുട്ടന്റെ ബൈബിൾ പുസ്തകങ്ങൾ എടുക്കുമ്പോഴും വേദവാക്യം വായിക്കുമ്പോഴും ഒക്കെ എനിക്കതാണ് ആദ്യം എന്റെ മനസ്സിലോട്ട് വരുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കുറെ ഓർമ്മകൾ ഉണ്ടാവും അല്ലെ. ഏത് കാര്യത്തിലായാലും നമ്മുടെ പഴയ ഓർമ്മകൾ നമുക്ക് എന്നും സ്വീറ്റ് തന്നെ ആയിരിക്കും. എന്താ വെച്ചാലേ അന്ന് നമ്മളെ സങ്കടപ്പെടുത്തിയതാണെങ്കിൽ പോലും ഇന്ന് നമ്മളെ അത് നമുക്കൊരു കുളിർമയാണ് ആ ഓർമ്മകൾ അല്ലേ. പറയാം നമ്മുടെ വീഡിയോ തുടങ്ങിയേ എങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേട്ടാ. അതിന്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ വന്നതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തേ. മോനിക്കുട്ടനെ ഞാൻ ക്യാമറ ഓൺ ആയത്, ഞാൻ അപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങോട്ട് ഓടി വന്ന് ക്യാമറയുടെ മുന്നിൽ ഹലോ ഗൈസ് എങ്ങനെ എന്നാണൊക്കെ ഇവിടെ ഒരു ഡയലോഗ് അടിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് മുത്തിന് മുട്ട റോസ്റ്റ് ചെയ്യാനാ കേട്ടോ. മോനുകുട്ടന് മുട്ട ബുൾസേ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് ചോറിനാ മുട്ട വറക്കണം. മുത്തിനാണ് ഇത് എന്തുവാ സവാളയും ക്യാബേജും ഒക്കെ അരിഞ്ഞ് വെച്ചേക്കോ. മുട്ട നമ്മൾ ഇന്നാളെ റോസ്റ്റ് ചെയ്ത് പോലെ എടുക്കാൻ കേട്ടോ. പിന്നെ ചപ്പാത്തിക്കുള്ള പൊടി എടുത്തു വെച്ചു. അതിന്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ പരിചയപ്പെട്ടു, സംസാരിച്ചു, വിളിച്ചു. അപ്പം അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇത് ഇച്ചിരി താമസിച്ചത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അതങ്ങ് വെക്കാം. ട്യൂഷന് പോവാന്ന് പറഞ്ഞ ഇവിടുന്ന് പോകുന്നത്. അവിടെ പോയി അവിടുന്ന് നേരത്തെ ഒക്കെ ചക്ക പഴുത്തതൊക്കെ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു. ഇന്ന് ചപ്പാത്തിയും കഴിച്ചിട്ടാ വന്നത്. ഞാൻ പറഞ്ഞു ആന്റിയോട് വേണ്ടാലേ, ആന്റി അങ്ങ് കണ്ടു. സാറിന്റെ കാര്യം പറഞ്ഞു വിളിക്കണം. സാറ് വിളിച്ചില്ല. സാറ് വല്ലതും കണ്ട ഒരു കുഴപ്പമാവും. വീഡിയോ കേട്ടോ. മോനുകുട്ടന്റെ സിഞ്ചു സാറ് വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സിഞ്ചു സാറിനെ ഞാൻ വിളിച്ചിരിക്കുന്നു. സാറിന് എപ്പോഴും സ്വാഗതം കേട്ടോ. മോനുടെ ക്ലാസ് ടീച്ചറുടെ ഇന്നല്ല ഈ വീഡിയോ വരുന്നത്, മറ്റന്നാളിലാണ് വരുന്നത്. ഓ കടുകൊന്ന് പൊട്ട സമയം പോന്നു. ബീട്രൂട്ട് വേവിച്ച് വെച്ചേക്കോട്ടോ. കറണ്ട് വന്നു ഇല്ലയോ? പോയി അരി അരയ്ക്കണം. ഞാൻ തേങ്ങ ഒക്കെ പൂളി വെച്ച് കണ്ടോ. അതിനകത്ത് മുട്ടയ്ക്കകത്തിടാനുള്ള തക്കാളി ഇരിക്കുന്നത് കേട്ടോ. അരി അരച്ച് വെക്കുമ്പോഴേ എനിക്ക് സമാധാനം ആവത്തുള്ളൂ. കറണ്ട് വന്നില്ലെങ്കിൽ എന്റെ ജീവനം പോകും. കറണ്ട് ഇല്ലെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ചപ്പാത്തിക്ക് ബീട്രൂട്ട് ആണ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പതുക്കെ എന്റെ ചട്ടിയുടെ വില പറയുന്ന ലക്ഷണമുണ്ട്. അതിന്റെ വെള്ളമോ? ബീട്രൂട്ട് അരയ്ക്കാൻ നിവർത്തിയില്ലാത്തോണ്ട് നമ്മൾ വേറെ ഒരു പരിപാടി അങ്ങ് ചെയ്യും കേട്ടോ. കറണ്ട് വരുന്നിടം വരെ നോക്കിയിരിക്കാന്ന് പറയുന്നത് അസാധ്യമാണ്. വിശപ്പ് നമ്മളെ മാടി മാടി വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് തൽക്കാലം ഇങ്ങനെയാണ് ആശ്വസിക്കാം. പിന്നെ ഒരു ദിവസം വിശാലമായിട്ട് ഉണ്ടാകും. ചോറൊന്നും കഴിച്ചില്ല. കൊച്ചോളില്ലായിരുന്നു. ഇന്ന് കൊച്ചോള് കോളേജിൽ പോയേക്കുമായിരുന്നു. സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കാൻ വേണ്ടിട്ട് അവള് MCAക്ക് ചേർന്ന് കേട്ടോ. അപ്പം BCയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കോളേജിൽ വന്നിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് കൊച്ചോള് പോയതുകൊണ്ട് ഇന്ന് അവിടെ വന്നില്ല. ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ഒരു പൊതിയൊക്കെ മേടിച്ച വെറുതെ ഒന്നാമത് തല പൊട്ടിക്കീറുന്ന വേദനയായിരുന്നു. വേസ്റ്റ് ആവും. അജിയങ്ങള് കടയിൽ ഇരുന്നാണ് കഴിക്കുന്നത്. അജിയങ്ങള് വീട്ടിൽ പോത്തില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് മേടിച്ചില്ല. ഞാൻ ഇന്നൊരു പപ്സ് വാങ്ങിച്ചു മേടിച്ചു. അയ്യോ, ഇത് ദോശ തീ കത്തിച്ചില്ല. ഞാൻ ചെറിയ ചപ്പാത്തി ആവാത്ത എന്താ, ചപ്പാത്തി എന്താ വേവാത്ത? പൊട്ടിക്കത്തില്ല. ഇച്ചിരൂടെ വന്നേനെ. നമ്മുടെ മിക്സി കറണ്ട് ചതിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ചപ്പാത്തി സൂപ്പർ ആയാലും കേട്ടോ. ഇനി മോനെ ട്രയാങ്കിളാന്ന് പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല വൃത്തിയായിട്ട് ബോള് പോലെ ഉണ്ടാക്കി തന്നു തരും. അപ്പൊ നിനക്ക് ഒക്കത്തില്ല, നിനക്കത് എന്തുവാ പൊട്ടിക്കണേ ചേച്ചി? ചേച്ചി എന്തുവാ പൊട്ടിക്കണേ? പൊട്ടിച്ചില്ല പൊട്ടുന്നില്ലല്ലോ. അത് എനിക്ക് ഇഷ്ടമല്ല പൊട്ടിച്ച്. ആ ഇപ്പൊ കറണ്ട് വന്നു. ഓ ഓ അവിടെ വണ്ടി വന്നേ. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നമ്മൾ ഈ ഒരു വിഷമം നാളെ തീർക്കും കേട്ടോ. എന്തായാലും നമ്മുടെ വെജിറ്റബിൾ ചപ്പാത്തി ഉണ്ടാക്കും. അമ്മ ഇങ്ങനെ വെക്കുന്നുണ്ടോ ബോബ്ലായ? ചപ്പാത്തി ബോബ്ലാവത്തുള്ളൂ, വട്ടമാവും. പക്ഷെ ട്രയാങ്കിൾ വലിയ കൊച്ചു ഷേപ്പേ ആവത്തുള്ളൂ. അമ്മയില്ലേ വലിയ ഇത്ര വലിയ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടോ? കൊല്ലത്ത് കിട്ടും അറിയാമോ? വീട്ടിലാക്കല്ലേ മോനിക്കുട്ടന്റെ സാറിന്റെ വീട് കൊല്ലത്താണ്. അപ്പൊ കൊല്ലത്തുള്ള ഫുഡിന്റെ കാര്യമൊക്കെയാണ് മോനിക്കുട്ടൻ ഈ പറയുന്നത്. എനിക്ക് മുട്ട വറക്കാൻ കാണിക്കുന്ന പരിപാടിയുണ്ട്. മുട്ടയ്ക്കൊക്കെ മല്ലിയിലൊക്കെ വാരിയിട്ടിട്ടുണ്ട്. അയ്യോ എന്തുവാണ് അതിന്റെ പേര്? കുരുമുളക് എന്തിയെ? കുരുമുളക്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെ വേണമെന്ന്. ബബിളായിരുന്നു അതുപോലെ തന്നെ അല്ലേ? തിരിച്ചുതരാൻ പോവാണ്. കരഞ്ഞില്ല. അയ്യോ ഇത് ബബിളാവണല്ലോ, ഇത് പേടിയാവുന്നു. ബബിളാവണ മല്ലിയില ഉണ്ടല്ലേ. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. മോന് ഇന്ന് എന്റെ അത്താഴത്തിനുള്ള കറിയാണ് ഇത്. കറിയല്ല, അത്താഴത്തിനുള്ള കൂട്ടാൻ എന്ന് പറയാം. അതൊക്കെ താത്തപ്പിടി. മോനിക്കുട്ടൻ ഇന്ന് ഗോഡ്ലിയുടെ അവിടുന്ന് ചപ്പാത്തി കഴിച്ചു കേട്ടോ. അവിടുത്തെ ആന്റിയുടെ സ്പെഷ്യൽ ചപ്പാത്തിയും കൊണ്ട് വന്ന് എന്നെടുക്കെ എന്ത് ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് സ്ക്വയർ ആയിട്ടുണ്ട്. പിന്നെ മോനിക്കുട്ടൻ 2 ഉണ്ടാക്കിയിട്ടുണ്ട് ട്രയാങ്കിളാന്നൊക്കെ പറയുന്നു. എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയാ. ചപ്പാത്തി എടുത്ത് കഴിക്കും. മോനുകുട്ടൻ ഉണ്ടാക്കിയതും കൂടെ എടുക്ക. മോനുകുട്ടൻ വേറൊരു ഷേപ്പിലുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത്. അതെടു. അത് ഞാൻ ഞാൻ ചോറ് വിളമ്പി. പിന്നെ മിനി സാലഡ് എടുത്തു. വേണോ? പിന്നെ കടുകും മാങ്ങ, മുട്ട
വറുത്തത് അതുകൂടായപ്പോൾ ഇന്നത്തെ അത്താഴം റെഡി. മുട്ട റോസ്റ്റ് ഞാൻ ഇച്ചിരി എടുത്ത് കേട്ടോ, നോക്കാം. മുത്തിനുണ്ടാക്കിയതാണ്, എന്നാലും ഞാൻ ഇച്ചിരി നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അത്താഴം മുട്ട അത്താഴമാണ്. അപ്പോൾ എൻ്റെ പ്രിയങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എന്നത്തെയും പോലെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിന് സന്തോഷം അറിയിക്കുന്നു. നമുക്കിനിയും അടുത്ത ദിവസം കാണാം കേട്ടോ. മോനുകുട്ടോ, എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞു. ചക്കരമ്മ പറഞ്ഞേ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും ചക്കരമ്മ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.